മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. രോഹിത്തിനെ അലീനയും കൃഷ്ണമോളും ബബിതയൊക്കെ ചേർത്ത് സന്തോഷത്തോടെ ചേർത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അലീനയുടെ വരെ കണ്ണ് നിറഞ്ഞു പോയി. ഇതെല്ലാം കണ്ടു നിന്ന് കൃഷ്ണമോള് പറഞ്ഞു, അതെ, ഇങ്ങനെ നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല, വല്ലതും കഴിക്കേണ്ടേ, വരാമെന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയം തന്നെ അലീന നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് അലീന ചോദിച്ചു, അച്ഛനത് എന്തു പറ്റി? അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അന്നേരം അദ്ദേഹം പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല. അതൊക്കെ പറഞ്ഞ് അലീനയുടെ കൈ ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന സമയത്തിന് അദ്ദേഹം അങ്ങ് വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടപ്പോൾ അലീനക്ക് ഭയങ്കര സങ്കടമായി. അവൾ ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ? എന്നാലും മോളെ, നീ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന ഇടപെട്ടു. അതെന്ത് വർത്താനാ അച്ഛൻ ഈ പറയുന്നത്? ഈ കുടുംബം എന്റേതും കൂടിയല്ലേ, എൻ്റെ അച്ഛനല്ലേ ഇത്, എൻ്റെ അനുജനല്ലേ രോഹിത്, പിന്നെ എൻ്റെ അനുജത്തിമാരും അവരല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് അവരെയൊക്കെ രക്ഷിക്കേണ്ടേ എന്നൊക്കെ, അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലേ എന്നൊക്കെ അവൾ ചോദിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല മോളെ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ, എന്താ ഇത്, അച്ഛൻ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അലീന അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അലീനക്കറിയാം ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും മുൻപ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഈ കുടുംബം വീണ്ടും ഇവിടം വരെ എത്തിക്കാൻ വേണ്ടി താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നൊക്കെ അവൾക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനോ പാടി നടക്കാനൊന്നും അലീന ഒട്ടും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. ഈ സമയത്ത് തന്നെ വൈജയന്തിയുടെ പണികളൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് നിൽക്കുന്ന സമയത്താണ് വാതിലിൻ്റെ ഒരു മുട്ട് കേൾക്കുന്നത്. രോഹിത്തായിരുന്നു അത്. അവൻ അകത്തേക്ക് കയറി വന്നപ്പോൾ വൈജയന്തി ചോദിച്ചു, നീയോ? എങ്ങനെയാണ് നിന്റെ പനിയൊക്കെ? ഒന്ന് കുറഞ്ഞോ എന്ന് ചോദിക്കും. ആ നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കിക്കൊണ്ട് പനിയൊക്കെ കുറഞ്ഞല്ലോ എന്ന് പറയും. അല്ല, നിന്റെ കോലം ഇതെന്താടാ, നിന്റെ മുടിയൊക്കെ നീ എന്തിനാ വെട്ടി, ആകെ നീ ആളാകെ മാറിപ്പോയല്ലോ എന്ന് ചോദിക്കാണ് അവള്. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, അതെ, എല്ലാവരും പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. നീ എവിടെയാടാ, ബാർബർ ഷോപ്പിൽ പോയതാണോ മുടി വെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഇതെനിക്ക് അലീന ചേച്ചി വെട്ടി തന്നതാണെന്ന് അവൻ മറുപടി നൽകി. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ ഭാവം അങ്ങ് മാറി. ഓ, നിന്റെ ഒരു അലീന ചേച്ചി, ഓഹോ, അപ്പോൾ അവൾ വെട്ടിയതാണോ? അവൾ എവിടുന്ന ഈ ഒരു ശൗര്യം കൂടെ പഠിച്ചത്? രാമേശ്വരത്തിൽ നിന്നാണെന്ന് അവൾ പുച്ഛിച്ചു ചോദിച്ചു. എന്താ അമ്മ ഇത്, എല്ലാവരും നല്ലതാണെന്നാ പറഞ്ഞത് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ, പിന്നെ നല്ലതാണെന്ന് പോലും, നിന്റെ കോലം വരെ അങ്ങ് മാറിപ്പോയടാ, എന്ത് കോലാടാ ഇത്, ഇതെന്താ അവളിങ്ങനെയൊക്കെ വെട്ടിവെച്ചിരിക്കുന്നത്, നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ വൈജയന്തി രോഹിതിനോട് ദേഷ്യപ്പെട്ടു. രോഹിത് പറയുന്നുണ്ട്, അമ്മ എന്തിനാ അലീന ചേച്ചിയോട് ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്? അമ്മയുടെ ദേഷ്യമൊന്നും മാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അത് മാറണമെങ്കിൽ അവൾ അങ്ങ് ചത്ത് മണ്ണടിയണം, അല്ലാതെ ഇതൊന്നും മാറില്ല എന്ന് തന്നെ വൈജയന്തി തീർത്തും പറഞ്ഞു. എടാ, നീ എന്താടാ അവളെ വിളിച്ചത്, അലീന ചേച്ചിയെന്നോ? ഇതെപ്പോഴാണ് ഇങ്ങനെയൊക്കെ? എന്താ അമ്മേ, പ്രായത്തിന് മൂത്തതല്ലേ, അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്ന് രോഹിത് ചോദിച്ചപ്പോൾ, എന്നാ പിന്നെ നീ ചേച്ചി എന്നല്ലടാ അമ്മച്ചി എന്ന് വിളിക്ക്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ പറയും. ഓ, ഒരു ചേച്ചി വന്നിരിക്കുന്നു, അവൾ നിന്നെ കൈവശം വെച്ച് മയക്കിയെടുത്തിരിക്കുകയാണ്, വൈജയന്തി പറഞ്ഞു. അമ്മേ, എന്താ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ, മിണ്ടടാ, നീ ഒന്നും മിണ്ടടാ എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ദേഷ്യപ്പെട്ടു. രോഹിത്തിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അവൻ പറയുന്നുണ്ട്, അമ്മ ആ വിഷയം വിട്, ഞാനിപ്പോൾ വന്നത് അമ്മയോടൊരു കാര്യം പറയാനാ. എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ, അമ്മയോടൊരു ക്ഷമ ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ക്ഷമ ചോദിക്കാനോ എന്ന് വൈജയന്തി അത്ഭുതപ്പെട്ടു. അതേ അമ്മേ, ഞാൻ കാരണം അമ്മക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടൊക്കെ അമ്മ കുറേ അധികം കഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അമ്മ എന്നോട് ക്ഷമിക്ക്, ഇനി അങ്ങനെയൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അച്ഛനോട് ക്ഷമ ചോദിച്ചോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അലീന എന്ന് പറയുന്ന അവൾ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ, അലീന ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു എല്ലാവരോടും പോയി ക്ഷമ പറയണമെന്ന്, നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമ പറയണമെന്ന് പറഞ്ഞിരുന്നു എന്ന് രോഹിത് പറയും. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ ഭാവം വീണ്ടും അങ്ങ് മാറി. അവൾ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കാൻ യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളാണെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞു. അലീനയെ കുറ്റപ്പെടുത്തി രോഹിത്തിനെ ന്യായീകരിക്കാൻ നോക്കുകയായിരുന്നു വൈജയന്തി. നിനക്ക് എത്രയെങ്കിലും നാണമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുമോടാ എന്നൊക്കെ അവൾ ചോദിച്ചു. അമ്മേ, അത് പിന്നെ രോഹിത് തുടങ്ങുമ്പോഴേക്കും, മിണ്ടരുത് നീ, എനിക്കപ്പോഴേ അറിയാമായിരുന്നു അവൾ നിന്നെ എന്തെങ്കിലുമൊക്കെ കൈവശം തന്നെന്ന് മയക്കിയെടുക്കുമെന്നൊക്കെ അവൾ തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ അമ്മേ, എനിക്കാരും ഒരു കൈവശവും തന്നിട്ടില്ല എന്ന് രോഹിത് പറഞ്ഞപ്പോൾ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതിയോടാ, നീ ഇരിക്കുന്നത് എന്താണെന്നൊക്കെ അവൾ ചോദിച്ചു. എടാ, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, നിനക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി, നീ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു, ബാലചന്ദ്രനെ അറ്റാക്ക് വന്നു, എന്തൊക്കെയായിരുന്നു അവൾ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറയാണ് വൈജയന്തി.
അമ്മേ, അതിന് അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് രോഹിത് പറഞ്ഞപ്പോൾ മിണ്ടണ്ട നീയെ. ഇപ്പൊ ബബിത പോലും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും അലീനയുടെ പിന്നാലെ തന്നെയാണെന്ന് വൈജയന്തി പറഞ്ഞു. അല്ല, ഒരു കാര്യം ചെയ്യാം, അവളെ പുകഴ്ത്തുന്ന ഒരു മത്സരമങ്ങ് നടത്താം. അതാവുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ നേടാമല്ലോ എന്നൊക്കെ അവൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രോഹിത് ചോദിച്ചപ്പോൾ, പിന്നെ അങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെ പറയണം? അവളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് തരിച്ചു വരുന്നുണ്ട്. അവൾ പറഞ്ഞിട്ട് മാപ്പുമായി വന്നിരിക്കുന്നു, പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ദേഷ്യപ്പെട്ട് രോഹിതിന്റെ മുറിയിൽ നിന്നും ഇറക്കി വിട്ടു. രോഹിതിന് നല്ല സങ്കടം വന്നു. താൻ എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് ഇതൊന്നും കയറുന്നില്ല എന്ന് അവന് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന അടുക്കളയിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് തീരെ വയ്യായിരുന്നു. നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വന്ന് ചോദിച്ചു, അല്ല ചേച്ചിക്ക് വയ്യേ, ഇതെന്തു പറ്റി? നല്ല തലവേദനയുണ്ടെന്ന് അലീന പറഞ്ഞു. അയ്യോ, ചേച്ചിക്ക് പനിക്കാൻ തുടങ്ങുകയാണല്ലോ എന്ന് കൃഷ്ണമോൾ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി ബാമുണ്ടെങ്കിൽ എടുത്തോണ്ട് വരുമോ എന്ന് അലീന ചോദിച്ചപ്പോൾ, ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാമെന്ന് കൃഷ്ണമോൾ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പനിക്കോളല്ലേ ഉള്ളൂ, ബാമ് തേച്ചാൽ മതി എന്ന് അലീന പറഞ്ഞു. കൃഷ്ണമോൾ ബാം എടുക്കാൻ പോകുമ്പോഴാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ആർക്കാ പനിക്കോളി എന്ന് ബബിത ചോദിച്ചു. അലീന ചേച്ചിക്ക് പനി തുടങ്ങുകയാണെന്ന് തോന്നുന്നു എന്ന് കൃഷ്ണമോൾ പറഞ്ഞപ്പോൾ ബബിത പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്നു. ഓ, എന്നിട്ടാണോ ഈ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ പണി ചെയ്യുന്നത് എന്ന് അവൾ ചോദിച്ചു. അലീന അവളെ ഒന്ന് നോക്കി. ബബിത ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതുമുണ്ടോ? മറ്റുള്ളവർക്ക് കൂടി പകർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ കൃത്യമായി ദേഷ്യം അഭിനയിച്ചു. പോയി റെസ്റ്റ് എടുക്കാൻ അവളോട് പറഞ്ഞു. ഇവിടെ കുറേ അധികം ജോലിയുണ്ട്, ഇതൊക്കെ തീർക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കാമല്ലോ എന്ന് അലീന പറഞ്ഞപ്പോൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബബിത തറപ്പിച്ചു പറഞ്ഞു. നീ ഇപ്പം എന്തായി നോക്കി നിൽക്കുന്നത്? ബാം എടുക്കാൻ പോയതല്ലേ എന്ന് കൃഷ്ണമോളോട് ചോദിച്ചു. എന്നിട്ട് എൻ്റെ മുറിയിലുണ്ട്, അത് ഇത്തിരി കൂടി നല്ലതാണെന്നും പറയാണ് ബബിത. കൃഷ്ണമോള് ബബിതയുടെ മുറിയിലേക്ക് പോയപ്പോൾ, ഇനി എന്ത് നോക്കി നിൽക്കുകയാണ് ഇവിടെ? അവിടെ പോയി കിടക്കാൻ പറഞ്ഞാൽ കിടന്നാൽ മതി. അടുക്കളയിലൊന്നും ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വേറെ ആർക്കും അറിയില്ലെന്നാണോ ബബിത ചോദിച്ചു. അലീന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി. ഇതേ സമയം ബാലചന്ദ്രനാണെങ്കിൽ ഫോൺ ചെയ്യായിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ എന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ബബിത ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛാ വലിയൊരു ആലോചന എന്ന് അദ്ദേഹം നോക്കിയിട്ട് ചോദിച്ചു. നീ എന്താ എന്നോട് ചോദിച്ചത്? അല്ല, ഇത്ര ആലോചന എന്താണെന്ന് അവൾ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല. അല്ല, ഇപ്പൊ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. മുറിയിൽ നിന്നും ഇവിടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അച്ഛനൊരു കാര്യം ചെയ്യേ, അന്ന് രോഹിതേട്ടന് പനി വന്നപ്പോൾ ഇവിടെ വന്ന ഡോക്ടറില്ലേ, അയാളൊന്ന് വിളിച്ചോണ്ട് വരാൻ പറയും. എന്തിന്? രോഹിതിന് വീണ്ടും പനിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, രോഹിതേട്ടനൊന്നല്ല, അച്ഛൻ്റെ പുന്നാര മോൾക്ക് പനിയാണെന്ന് ബബിത പറഞ്ഞു. ആർക്ക്? കൃഷ്ണമോൾക്കോ എന്ന് ചോദിച്ചപ്പോൾ, കൃഷ്ണമോൾക്കല്ല അച്ഛാ, അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ തേൻ ഒലിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, അവൾക്ക് എന്ന് പറയും. അതാരാ? അലീനയാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, അവർക്ക് തന്നെയാണെന്ന് ബബിത മറുപടി നൽകി. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അത് വല്ല കള്ളപ്പനിയായിരിക്കും. കള്ളപ്പനിയൊന്നുമല്ല അച്ഛാ, അച്ഛൻ പോയി വിളിച്ചോണ്ട് വാ, അതോ ഇനി ഞാനെങ്ങാനും പോകണമെന്ന് ബബിത ചോദിച്ചു. അയ്യോ വേണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്തു. ബബിത തിരിഞ്ഞു നടക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛാ ഒത്തിരി ഓവറാവുന്നുണ്ട് കേട്ടോ എന്ന്. ഈ വൈറ്റ് കോളർ ചെയ്യാൻ വേണ്ടി അച്ഛനെ കുത്തിപ്പൊളിക്കുമെന്ന് ബാലചന്ദ്രന് ചെവി വന്നു. അദ്ദേഹം ഡോക്ടറെ വിളിക്കാൻ ഒരുങ്ങി. പിന്നീട് ബബിത നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവൾ കരുതി. അലീനയ്ക്ക് ചുക്കുകാപ്പി വെക്കാനുള്ള വെള്ളം എടുത്തു വെച്ചു. പക്ഷേ എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടതെന്നും അവൾക്കറിയില്ലായിരുന്നു. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ബബിതേച്ചി അവിടെ എന്തെടുക്കാമെന്ന് അവൾ ചോദിച്ചു. ഒരു ചുക്കുകാപ്പി ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ, അവിടെ ശർക്കര ഇരിക്കുന്നുണ്ടാവും, അതെടുത്ത് ഇത്തിരി ചുക്കുകാപ്പി പൊടിയും കൂടി ഇട്ടാൽ കാപ്പി റെഡിയാവുമെന്ന് കൃഷ്ണമോൾ പറഞ്ഞു കൊടുത്തു. നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാമെന്നൊക്കെ ബബിത പറഞ്ഞു. പിന്നെ അറിയാം, എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് കൃഷ്ണമോള് ചോദിച്ചു. നീ ബാമ കൊടുക്കാൻ പോയതല്ലേ, പോയി ബാമ കൊടുക്ക്, ഞാൻ ഇത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ബബിത അവിടെ നിൽക്കണേ. കൃഷ്ണമോള് പോയി കഴിഞ്ഞപ്പോൾ ബബിത വേഗം ഗൂഗിൾ എടുത്ത് ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അന്നേരം കൃഷ്ണമോള് വിളിച്ചു പറഞ്ഞു, അതെ, ഗൂഗിളിൻ്റെ അടുത്ത് സെർച്ച് ചെയ്താൽ കാപ്പിപ്പൊടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന്. ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ ബബിത പെട്ടെന്ന് തന്നെ ചുക്ക് കാപ്പിയൊക്കെ എടുത്തിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കണേ. അലീനയ്ക്ക് വേണ്ടി ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി ബബിത. പിന്നീട് കൃഷ്ണമോള് അലീന അടുത്തേക്ക് വരുന്ന സമയത്തിന് അലീന നിലത്താണ് കിടക്കുന്നത്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അലീന ചേച്ചി നിലത്ത് കിടക്കുന്നത്? ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞതല്ലേ എന്ന്. വേണ്ട മോളെ, ഞാൻ ഇവിടെ കിടന്നോളാമെന്ന് അലീന പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്ന് പറയണോ? ബബിതേച്ചിയോ അച്ഛനോ ആരെങ്കിലും വന്ന് പറയണമെന്ന് കൃഷ്ണമോള് ചോദിച്ചു. വേറെ ആരും പറയണ്ട, എനിക്കറിയാം, ഇപ്പൊ സ്നേഹമൊക്കെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ എന്ന് പറയും കൃഷ്ണമോള്. അലീന ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് വേണോടി നിന്റെ കുശുമ്പ് എന്ന് കൃഷ്ണമോളോട് ചോദിച്ചപ്പോൾ, എഴുന്നേൽക്ക് ചേച്ചി എന്ന് പറയാണ് കൃഷ്ണ. അങ്ങനെ ആ സമയം ബബിത ചുക്കുകാപ്പ് മാറ്റി അങ്ങോട്ടേക്ക് വന്നു. അവൾ അത് ടേബിളിൽ വെച്ചു. കൃഷ്ണമോള് പറയുന്നുണ്ട്, കണ്ടില്ലേ ബബിതേച്ചി, അലീന ചേച്ചി നിലത്താ കിടക്കുന്നത്, ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അന്നേരം ബബിത പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ വന്ന് പറയണമായിരിക്കും, അച്ഛൻ്റെ പുന്നാര മോൾക്ക് ഇതുവരെ കട്ടിലും ബെഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്.
എഴുന്നേറ്റ് മര്യാദയ്ക്ക് ഇവിടെ കിടക്കാൻ നോക്ക്. ഈ പനി വെച്ച് തറയിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കും. ആ കൊച്ചിന് പനി വന്നിട്ട് നിലത്താണ് കിടക്കുന്നത് എന്ന് പറയിപ്പിക്കാനാണോ എന്നൊക്കെ ബബിത ചോദിച്ചു. അലീന പതുക്കെ എഴുന്നേറ്റ് അവിടെ പോയി കിടക്കാൻ കൃഷ്ണമോള് പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഞാൻ ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ട്, അത് കുടിച്ചോളാന്. കൃഷ്ണമോള് കയ്യിൽ ബാമുണ്ടായിരുന്നു. അവൾ ബബിതയോട് പറയുന്നുണ്ട്, ബബിതേച്ചി ഈ ബാമൊന്ന് പുരട്ടി കൊടുക്ക്. ചേച്ചി എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോവാൻ സമയമായി. അത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കൃഷ്ണമോള് പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോയി. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യം അഭിനയിക്കുകയാണല്ലോ. ബബിതയ്ക്കിപ്പോൾ അലീനയോട് ഒരുപാടധികം ഇഷ്ടമാണെന്നും അത് പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ബബിത അലീനയെ നോക്കി പതുക്കെ ആ ഒരു ബാമിങ്ങനെ നെറ്റിയിൽ പുരട്ടി കൊടുത്തു. അലീനക്ക് ആ ഒരു സ്നേഹം കാണുന്ന സമയത്തിന് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ കിടന്നോളാൻ പറയാണ് ബബിത. അങ്ങനെ അലീനെ പിടിച്ച് ബെഡിൽ കിടത്തിയിട്ട് ആ പുതപ്പൊക്കെ പൊതച്ചു കൊടുത്തു. എന്താ പറ്റി, കണ്ണ് നിറയുന്നുണ്ടല്ലോ എന്ന് ബബിത ചോദിച്ചു. ഏയ് ഇല്ല എന്ന് അലീന പറഞ്ഞു. എങ്കിൽ കണ്ണടച്ച് കിടന്നോളൂ കേട്ടോ, അപ്പോൾ പിന്നെ കണ്ണൊന്നും നീറത്തില്ല. അവൾ പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട എന്നും പറയാണേ. അലീന സന്തോഷത്തോടു കൂടി തന്നെ കണ്ണടച്ച് കിടന്നു. കൃഷ്ണമോളാണെങ്കിൽ മുറിക്കകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക്, എന്നെ കണ്ടിട്ട് ബഹുമാനമില്ലേ? മൈൻഡ് ചെയ്യാതെ നീ എങ്ങോട്ടാക്കാടി പോകുന്നത്? അയ്യോ, ഒരു യുദ്ധത്തിൻ്റെ സമയമില്ലാത്തത് കൊണ്ടായിരുന്നു കൃഷ്ണമോള് പറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ, അതുകൊണ്ടാണല്ലേ നീ എന്നോട് മൈൻഡ് പോലും ചെയ്യാത്തത് എന്ന് വീണ്ടും വൈജയന്തി ചോദിച്ചു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാമെന്ന് കൃഷ്ണമോള് പറഞ്ഞു. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിനക്കപ്പോൾ ഭയങ്കര മാറ്റമാണെന്ന് വൈജയന്തി പറയണേ. അമ്മയ്ക്ക് ഇതിനുള്ള മറുപടിയൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ മതിയോ? കൃഷ്ണമോള് ചോദിച്ചപ്പോൾ, ഓ, എന്നെ എതിർത്ത് പറയാനുള്ള ഭാവമാണല്ലോ നിനക്ക് എന്ന് അവൾ ചോദിച്ചു. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ അങ്ങനെ അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അമ്മ തന്നെയാണ്. അമ്മ നേരെ ചൊവ്വെ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുമ്പോൾ അവർ തിരിച്ചും അത് പ്രകടിപ്പിച്ചിരിക്കും. കൃഷ്ണമോള് പറഞ്ഞു. വൈജയന്തി ദേഷ്യത്തോടു കൂടി തന്നെ അവളെ നോക്കി. എന്താടി രാവിലെ തന്നെ വലിയ തട്ടുമുട്ടും ഒച്ചപ്പാടൊക്കെ കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അതോ, അമ്മയുടെ പുന്നാര മകൾ ആദ്യമായിട്ടിന്ന് അടുക്കളയിൽ കയറി, അതിന്റെ ബഹളമാണ് കേട്ടത് എന്ന് കൃഷ്ണമോള് പറയുന്ന സമയത്തിന് വൈജയന്തി അത് നോക്കി ഇങ്ങനെ ഞെട്ടിലോട് കൂടി കൃഷ്ണമോളെ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.